ലളിതമായ ഭാഷാ കൗശലം കൊണ്ട് സത്യത്തെ മറയ്ക്കാൻ എളുപ്പമാണ്. നിങ്ങൾ രണ്ടാമത് സംഭവിച്ചത് പറഞ്ഞു തുടങ്ങുക. രണ്ടാമതായി എന്ന് കഥ തുടങ്ങുക. ലോകം കീഴ്മേൽ മറിയും. രണ്ടാമതായി എന്ന് കഥ തുടങ്ങുക. റെഡ് ഇന്ത്യക്കാരുടെ അമ്പുകളാകും ആദ്യത്തെ കുറ്റവാളികൾ. വെള്ളക്കാരുടെ തോക്കുകൾ മുഴുവനും ഇരകളായി മാറും. രണ്ടാമതായി എന്ന് തുടങ്ങേണ്ട കാര്യമേയുള്ളൂ വെള്ളക്കാരോടുള്ള കറുത്ത വർഗക്കാരൻ്റെ ക്രോധം കിരാതമായി മാറാൻ. രണ്ടാമത് എന്ന് തുടങ്ങിയാൽ ബ്രിട്ടീഷുകാരുടെ ദുരന്തങ്ങൾക്ക് കാരണക്കാരൻ ഗാന്ധിയായി തീരും. രണ്ടാമത് എന്ന് കഥ തുടങ്ങേണ്ട കാര്യമേയുള്ളൂ കരിഞ്ഞുപോയ വിയറ്റ്നാംകാർ നാപ്പാം ബോംബ് കൊണ്ട് മനുഷ്യരാശിയെ മുറിവേൽപ്പിക്കുകയായി. ഫലസ്തീൻ കവിയും എഴുത്തുകാരനുമായ മുറീദ് ബർകൂദിയുടെ റാമല്ല ഞാൻ കണ്ടു എന്ന തൻ്റെ ആത്മകഥയിലെ വരികളാണിവ. ഹാനിബാൽ ഡിറ്റക്റ്റീവ് എന്ന് കേട്ടിട്ടുണ്ടോ? തങ്ങളുടെ സൈനികർ ബന്ദികളായി പിടിക്കപ്പെടുന്നത് തടയാൻ അവയെ കൊല്ലാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നതിനെയാണ് ഹാനിബാൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ഹാനിബാൽ ഡിറ്റക്റ്റീവിനെ കുറിച്ച് ഇപ്പോൾ പറയാനുണ്ടായ കാരണം എന്താണെന്നല്ലേ പറയാം. ഇസ്രായേൽ അധിനിവേശ ഹിംസകൾക്കെതിരെ ഫലസ്തീനികൾ നടത്തിയ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന് 2.5 വർഷം തികയുന്ന ഈ ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ള തൂഫാനുൽ അക്സ അതിജീവനത്തിൻ്റെ പാഠം എന്ന പുസ്തകം. നേരത്തെ പരാമർശിച്ച ഹാനിബാൾ ഡിറ്റക്റ്റീവിനെ കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. സൈന്യത്തിൻ്റെ റെയ്ഡുകളും ഓപ്പറേഷനുകളും നിരവധി ഇസ്രായേൽ ബന്ദികളെയും അവർക്ക് കാവൽ നിന്നവരെയും കൊലപ്പെടുത്തിയ വിവരം ഇസ്രായേലികൾ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. കുപ്രസിദ്ധമായ ഹാനിബാൾ ഡയറക്റ്റീവ് അഥവാ ഹാനിബാൾ നിർദ്ദേശത്തിലൂടെയാണ് ഇസ്രായേൽ ഈ കിരാൽ നടപടി നിർവഹിച്ചതെന്ന് ഹമാസ് ആരോപിക്കുന്നതായാണ് പുസ്തകത്തിൽ പറയുന്നത്. രക്തപങ്കിലമായ കഴിഞ്ഞ 2 വർഷത്തെ ഇസ്രായേൽ നരനായാട്ടിനെയും ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനെയും അതിൻ്റെ വൈകാരികത ഒട്ടും ചോരാതെ ലിഖിത രൂപത്തിലാക്കിയതാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ആഗോള രാഷ്ട്രീയ വിദഗ്ധനും പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകനുമായ PK നിയാസ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഇസ്രായേലി ചരിത്രകാരൻ ഇലാൻ പെപ്പെ അടക്കമുള്ള 12ഓളം എഴുത്തുകാരുടെ 16ഓളം ലേഖനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അൽ അക്സ ഫ്ലഡിന്റെ 1ാം വാർഷികത്തിൽ ഹമാസ് പുറത്തിറക്കിയ ഇംഗ്ലീഷ് ഡോക്യുമെന്റിന്റെ മലയാള വിവർത്തനവും പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നു. ചില ഇടങ്ങളിൽ ആകാംക്ഷയോടും മറ്റു ചില ഇടങ്ങളിൽ വിപ്ലവ വികാരത്തോടും വേറെ ചില ഇടങ്ങളിൽ കണ്ണീരോടും കൂടിയല്ലാതെ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയില്ല. യുദ്ധത്തിൽ പോലും കഷ്ടപ്പാടിനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന, ഭക്ഷണം ദിനചര്യയുടെ ഭാഗമല്ലാത്ത അതിജീവനത്തിന്റെ ഭാഗമാകുന്ന ഒരു ജനതയുടെ കഥയാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. 67,000-ഓളം മനുഷ്യ മക്കളെ നിർബാധം നിഷ്കരുണം കൊന്തള്ളിയ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ഹിംസാത്മക സമീപനത്തെയും സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിനെയും പുസ്തകം കൃത്യമായി വരച്ചിടുന്നുണ്ട്. ഹമാസ് തടവിലാക്കിയ 250 ബന്ദികളെ മോചിപ്പിക്കുക, ഹമാസിനെ തുടച്ചു നീക്കുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സയനിസ്റ്റ് രാഷ്ട്രം ദയനീയമായി പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ ഫലസ്തീൻ പോരാട്ടത്തെ ചേതോഹരമായി വരച്ചിടുന്ന പ്രസ്തുത പുസ്തകം വായനാ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 1ാം ഘട്ട വെടിനിർത്തൽ കരാർ തികച്ചും ഏകപക്ഷീയമായി ഇസ്രായേൽ ലംഘിക്കുകയില്ലായിരുന്നുവെങ്കിൽ മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടേക്കുമായിരുന്നുവെന്നും പുസ്തകം നിരീക്ഷിക്കുന്നു. യുദ്ധകാലയളവിൽ 11ഓളം രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചതും എബ്രഹാം കരാറിനെ കുറിച്ച് മുസ്ലിം രാജ്യങ്ങൾക്ക് പുനഃപരിശോധിക്കേണ്ടി വന്നതും ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചതും ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന്റെ നേട്ടമായാണ് പുസ്തകം വിലയിരുത്തുന്നത്. 3 പതിറ്റാണ്ടുകളായി ആഫ്രിക്കയിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കൻ നാടുകളിലും പാശ്ചാത്യർ തുടർന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും തുടർച്ചയാണ് ഗസയിലേതെന്ന് പുസ്തകം കണ്ടെത്തുന്നു. അൽ അക്സ ഫ്ലഡിന്റെ 1ാം വാർഷികത്തിൽ ഹമാസ് പുറത്തിറക്കിയ ഇംഗ്ലീഷ് ഡോക്യുമെന്റിന്റെ മലയാള വിവർത്തനവും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകത്തിൽ ഇയാൻ പെപ്പെ മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണം നവസയനിസ്റ്റ് അവസ്ഥയിലുള്ള ഇസ്രായേലിന്റെ ഈ ഘട്ടം സയനിസത്തിന്റെ അവസാന ഘട്ടമാണെന്നാണ്. അൽ അക്സ ഫ്ലഡിന്റെ 1ാം വാർഷികത്തിൽ ഹമാസ് പുറത്തിറക്കിയ ഇംഗ്ലീഷ് ഡോക്യുമെന്റിന്റെ മലയാള വിവർത്തനവും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകത്തിൽ ഇയാൻ പെപ്പെ മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണം നവസയനിസ്റ്റ് അവസ്ഥയിലുള്ള ഇസ്രായേലിന്റെ ഈ ഘട്ടം
സയനിസത്തിന്റെ അവസാന ഘട്ടമാണെന്നാണ്. വിശാല ഇസ്രായേൽ എന്ന സയനിസ്റ്റ് പരികല്പനയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ലബനാൻ, സിറിയ, ഇറാഖ്, വടക്കൻ സൗദി അറേബ്യ, തെക്ക് കിഴക്കൻ തുർക്കി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് എറൈറ്റ്സ് ഇസ്രായേൽ അഥവാ വിശാല ഇസ്രായേൽ. ഭീകരയുദ്ധവും കൂട്ടക്കൊലയും നടത്തുന്നതിലൂടെ തന്റെ ജീവിതകാലത്തെ ലക്ഷ്യമായ വിശാല ഇസ്രായേൽ യാഥാർത്ഥ്യമാക്കുവാൻ പ്രയത്നിക്കുകയാണ് നെതന്യാഹു എന്നാണ് ആധുനിക പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷണ വിദഗ്ധൻ ജെറമി സോൾട്ടിന്റെ വാദം. ഗസ്സയിലെ വംശഹത്യ നെഖബയിൽ പരിമിതപ്പെടുത്താനാവില്ല. ഫലസ്തീനികളുടെ മഹാദുരന്തത്തെ കൃത്യമായി വിവരിക്കുന്ന പുതിയ പദാവലികൾ ആവശ്യമാണെന്ന് സമർത്ഥിക്കുന്ന പുസ്തകം അവയെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. ഡെമോസൈഡ്, ജനങ്ങളുടെ കൂട്ടക്കൊല; മെഡിസൈഡ്, ആരോഗ്യ സംവിധാനങ്ങളുടെ നാശം; എക്കോസൈഡ്, പരിസ്ഥിതി നാശം; കൾച്ചറിസൈഡ്, സാംസ്കാരിക നാശം; സ്പേഷ്യോസൈഡ്, സ്ഥലങ്ങളുടെ നാശം; സ്കോളറ്റിസൈഡ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നാശം എന്നിവ ഈ പദാവലികളിൽ ഉൾപ്പെടുന്നു. നെഖബയുടെ ഈ പുതിയ ഘട്ടത്തെ നിർവചിക്കാൻ പറ്റിയ പദമായി വിനാശം എന്ന അർത്ഥം വരുന്ന അൽ ഇബാദ എന്ന പദത്തെ ഫലസ്തീനി പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ഖാദ അഖീൽ കണ്ടെത്തുന്നുണ്ട്. 355 ബുള്ളറ്റുകൾ പായിച്ച് ക്രൂരമായി ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയ ഹിന്ദ് റജബും ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഹീറോ അവാർഡിന് അർഹയായിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുന്ന രക്തസാക്ഷിയായ ജേർണലിസ്റ്റ് മറിയം അബൂ ദഖയും ജേർണലിസ്റ്റുകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുക എന്ന ഇസ്രായേൽ നയത്തിന്റെ ഭാഗമായി ഗസയിൽ കൊല ചെയ്യപ്പെട്ട ജേർണലിസ്റ്റുകളുടെ കഥകളിലൂടെയും പുസ്തകം സഞ്ചരിക്കുന്നുണ്ട്. ഫാഷിസം താണ്ഡവ നൃത്തമാടിയ കാലത്ത് ജർമ്മനിയിൽ പറഞ്ഞിരുന്ന ഒരു കഥയുണ്ട്. 9 സാധാരണക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 10ാമനായി മറ്റൊരാൾ അവിടേക്ക് കടന്നു വന്നു. അയാൾ ഒരു ഫാഷിസ്റ്റ് ആയിരുന്നു. അയാൾ പലതും പറഞ്ഞു, എന്നാൽ 9 പേരും അതിനെ എതിർത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ സദസ്സിൽ ഇപ്പോൾ 10 ഫാഷിസ്റ്റുകളാണുള്ളത്. ഈ കണ്ട ക്രൂരതകളെല്ലാം ഒരു മറയുമില്ലാതെ ഇസ്രായേൽ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പുലർത്തുന്ന മൗനത്തെ കഥയുമായി ചേർത്ത് വായിക്കാം. 2 വർഷം തികയുന്ന ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ഒരു വിജയിച്ച പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. സ്വവർഗരതി, പരിസ്ഥിതി മാറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ 3 കാര്യങ്ങളിൽ പ്രധാനമായും ചർച്ച കേന്ദ്രീകരിച്ചിരുന്ന പാശ്ചാത്യ ലോകത്ത് പുതിയ ചർച്ചയായി ഫലസ്തീനെ കൊണ്ടുവരുന്നതിൽ ഓപ്പറേഷൻ എൻഡബെ പോലുള്ള ലോകം കൊട്ടിഘോഷിച്ച സൈനിക ഓപ്പറേഷനിലൂടെ ബന്ദികളെ മോചിപ്പിച്ച ഇസ്രായേൽ സൈന്യത്തിന് ഗസയിൽ നിന്നും വെറും 10 ബന്ദികളെ മാത്രം രക്ഷപ്പെടുത്താൻ സാധിച്ചതിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, സ്പെയിൻ എന്നീ പാശ്ചാത്യ രാഷ്ട്രങ്ങളെ കൊണ്ട് സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിപ്പിക്കുന്നതിൽ 11ഓളം രാഷ്ട്രങ്ങളെ കൊണ്ട് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് വമ്പിച്ച വിജയമായിരുന്നു. ഫലസ്തീനികൾ അവരുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നതാണ് എന്നെ ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞത് ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയനാണ്. എന്നാൽ ഈ ഓർമ്മകളെ ലോകത്തിന്റെ മുഴുവൻ ഓർമ്മകളായി മാറ്റുന്നതിൽ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിലൂടെ ഹമാസിന് സാധിച്ചു. അധിനിവേശ ഹിംസകൾക്ക് തുടക്കമിട്ട പാരമ്പര്യമുള്ള സ്പെയിൻ, അഹിംസയുടെ പ്രവാചകനായ ഗാന്ധിയുടെ ഇന്ത്യ, ഇസ്രായേലിന് ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കൊന്നു തള്ളാൻ ആയുധം കൊടുത്തുവിട്ടപ്പോൾ അവരെ സ്പാനിഷ് തുറമുഖത്ത് നങ്കൂര വിടാൻ അനുവദിക്കാതിരുന്ന കാഴ്ചയ്ക്ക് കൂടി ഈ കാലയളവിൽ നാം സാക്ഷിയായി. രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇത്തരത്തിൽ കാലാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമാകും. അന്ന് യുദ്ധം അവസാനിക്കും, ഫലസ്തീൻ വിമോചിക്കപ്പെടും, നെക്കുബകൾ അവസാനിക്കപ്പെടും. ഹിംസയിലും നിരപരാധികളുടെ രക്തത്തിലും കെട്ടിപ്പൊക്കിയ നാഗരികതകൾ തകർന്നു വീഴുക തന്നെ ചെയ്യും എന്നതിൽ ചരിത്രത്തിന് നൽകാൻ ഒരുപാട് സാക്ഷികളുണ്ട്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡിന് 2 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ഫലസ്തീനികളുടെ പോരാട്ടത്തെ ചേതോഹരമായി അവതരിപ്പിക്കുന്ന ഈ പുസ്തകം ഈ കാരണങ്ങളാൽ വായിക്കേണ്ടതും വായിക്കപ്പെടേണ്ടതുമാണ്.